ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ ലൈംഗിക സംതൃപ്തി ലഭിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് സെക്ഷൽ പെർവേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിയിൽ തുടർച്ചയായി കണ്ടുവരികയോ അത് അയാളുടെ സാമൂഹിക ജീവിതത്തിന് തടസ്സമാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചികിത്സ ആവശ്യമായ മാനസിക രോഗമാണ്. പൊതുവെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു ലൈംഗിക വൈകൃതമാണ് സാഡിസം, അതായത് പങ്കാളിയെ വേദനിപ്പിച്ച് അതിലൂടെ ലൈംഗിക ഉത്തേജനം ആസ്വദിക്കുന്ന അവസ്ഥ. ഇത്തരക്കാർ പങ്കാളിയെ കടിക്കുകയും സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുകയും മറ്റും ചെയ്യുന്നു. എക്സ്ട്രീം കേസുകളിൽ വിക്ടിമിന്റെ നിപ്പിൾ കട്ട് ചെയ്യുകയും വജൈനയിൽ കൂർത്ത ഒബ്ജക്റ്റുകൾ കടത്തി ആന്തരിക അവയവങ്ങളിൽ മുറിവേൽപ്പിക്കുകയും വരെ ചെയ്യുന്നു. സാഡിസത്തിന്റെ നേർ വിപരീതമായ ലൈംഗിക വൈകൃതമാണ് മസോക്കിസം. സ്വയം വേദന അനുഭവിക്കുന്നത് വഴി ലൈംഗിക സുഖം ആസ്വദിക്കുന്നവരാണ് ഈ കൂട്ടർ. സാഡിസത്തിന്റെ എക്സ്ട്രീം വേർഷനാണ് ലസ്റ്റ് മർഡർ. പങ്കാളി മരിക്കുമ്പോഴാണ് ഇക്കൂട്ടർക്ക് ലൈംഗിക തൃപ്തി ലഭിക്കുന്നത്. ശവശരീരത്തോട് ലൈംഗിക ആസക്തി തോന്നുന്ന അവസ്ഥയെയാണ് നെക്രോഫിലിയ എന്ന് പറയുന്നത്. അഴുകിത്തുടങ്ങിയ ശവശരീരത്തിന്റെ ദുർഗന്ധവും തണുപ്പുമല്ല ഇവർക്ക് ലൈംഗിക ഉത്തേജനം നൽകുന്നു. റെസിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നതാണ് ഇതിൽ ഇവർ കാണുന്ന ബെനിഫിറ്റ്. IPC സെക്ഷൻ 297, 377 എന്നീ വകുപ്പുകൾ പ്രകാരം നെക്രോഫിലിയ കുറ്റകരമാണ്. സാഡിസത്തിന്റെ മറ്റൊരു എക്സ്ട്രീം വേർഷനാണ് നെക്രോഫാജിയ. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം കുടിക്കുക, മുറിച്ചുമാറ്റിയ ശരീരഭാഗങ്ങൾ കഴിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ ലൈംഗിക സുഖം ആസ്വദിക്കുന്നവരാണ് ഈ കൂട്ടർ. പ്രത്യേകതരം വസ്തുക്കളോടോ പങ്കാളിയുടെ ചില ശരീരഭാഗങ്ങളോടോ തോന്നുന്ന ലൈംഗിക ആസക്തിയാണ് ഫെറ്റീഷിസം എന്ന് പറയുന്നത്. നോർമൽ ഫെറ്റീഷിസം പല ആളുകളിലും ഉണ്ടെങ്കിലും എക്സ്ട്രീം കേസുകളിൽ ഇതും ലൈംഗിക വൈകൃതം തന്നെയാണ്. രക്തബന്ധമുള്ളവരോട് ലൈംഗിക താല്പര്യം തോന്നുന്ന അവസ്ഥയെയാണ് ഇൻസെസ്റ്റിസം എന്ന് പറയുന്നത്. മകന് അമ്മയോട് തോന്നുന്നതിനെ എഡപ്പസ് കോംപ്ലക്സ് എന്നും മകൾക്ക് അച്ഛനോട് തോന്നുന്നതിനെ ഇലക്ട്രൽ കോംപ്ലക്സ് എന്നും സഹോദരന് സഹോദരിയോട് തോന്നുന്നതിനെ ഫാരോൺ കോംപ്ലക്സ് എന്നും പറയുന്നു. സ്വന്തം ലൈംഗികാവയവം മറ്റുള്ളവരെ കാണിച്ച് അതിലൂടെ ലൈംഗിക സുഖം കണ്ടെത്തുന്നതിനെയാണ് എക്സിബിറ്റേഷനിസം എന്ന് പറയുന്നത്. അപരിചിതരായ വ്യക്തികളെയും പ്രതികരിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികളെയുമാണ് ഇക്കൂട്ടർ ടാർഗറ്റ് ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങളിൽ പോലും ഇക്കൂട്ടർ ഇതിന് മടി കാണിക്കുന്നില്ല. IPC സെക്ഷൻ 294 പ്രകാരം 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. മറ്റുള്ളവരുടെ നഗ്നതയും മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരറിയാതെ നേരിട്ട് കാണുന്നതും വഴി ലൈംഗിക സുഖം അനുഭവിക്കുന്നതിനെയാണ് വോയറിസം എന്ന് പറയുന്നത്. ഇത്തരം കേസുകളിൽ മിക്കപ്പോഴും വിക്ടിം സ്ട്രേഞ്ചർ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു പുരുഷന് പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയെ കാണുന്നതിനേക്കാളും ലൈംഗിക തൃപ്തി അവർ വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കുമ്പോഴാണ്. ലൈംഗിക വൈകൃതങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വളരെ വിചിത്രമായ ഒന്നാണ് ട്രോയിലിസം. 3 ആളുകൾ ഉൾപ്പെടുന്ന ഒരുതരം സെക്ഷൽ പെർവേർഷനാണിത്. അതിൽ 2 പേർ സെയിം സെക്സും മറ്റേയാൾ ഓപ്പോസിറ്റ് സെക്സുമായിരിക്കും. ഭാര്യയും അന്യപുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുന്നത് വഴി ലൈംഗിക തൃപ്തി ലഭിക്കുന്ന ഭർത്താക്കന്മാർ ഇതിനുദാഹരണമാണ്. ലൈംഗിക അവയവങ്ങൾ സിമുലേറ്റ് ചെയ്യുന്നതിനായി അവിടെ സൂചി കൊണ്ട് കുത്തുക, ചെറിയ മുറിവുകൾ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പ്ലേ പേഴ്സിംഗ് എന്ന് പറയുന്നത്. തൊടുന്നത് വഴി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന അവസ്ഥയെയാണ് ഫ്രോട്ടേറിസം എന്ന് പറയുന്നത്. ബസ്സിലും മറ്റുമുള്ള തൊടലും പിടിക്കലും ഇതിനുദാഹരണമാണ്. മൂത്രമൊഴിക്കുന്നത് കാണുന്നതിലൂടെയും മൂത്രത്തിന്റെ ഗന്ധത്തിലൂടെയും ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നതിനെയാണ് യൂറോഫിലിയ എന്ന് പറയുന്നത്. പങ്കാളിയെ കൊണ്ട് ദേഹത്തെ മൂത്രമൊഴിപ്പിക്കുന്നതൊക്കെ ഇതിനുദാഹരണമാണ്. വൃത്തികെട്ട വാക്കുകൾ പറയുകയും തെറി പറയുകയും മറ്റും ചെയ്യുന്നത് വഴി ലൈംഗിക തൃപ്തി ലഭിക്കുന്നതിനെയാണ് കോഫ്രോഫിലിയ എന്ന് പറയുന്നത്. സെക്ഷുവൽ പെർവേർഷനുകളിലെ മറ്റൊരു ഭയാനകമായ അവസ്ഥയാണ് ബോബിറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷന്റെ ലൈംഗികാവയവം കത്തി പോലുള്ള ഷാർപ്പ് വെപ്പൺസ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതാണിത്. മൃഗങ്ങളിൽ നിന്നും ലൈംഗിക സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് സൂഫീലിയ എന്ന് പറയുന്നത്. ആട്, പശു തുടങ്ങിയ മൃഗങ്ങളെയാണ് ഇവർ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് പെഡോഫീലിയ എന്ന് പറയുന്നത്. പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പാവകളോടും പ്രതിമകളോടും ലൈംഗികാകർഷണം തോന്നുന്നതിനെയാണ് പിഗ്മാലിയോണിസം എന്ന് പറയുന്നത്. പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയ ആളെ ഫോണിൽ വിളിച്ച് ലൈംഗികപരമായ കാര്യങ്ങൾ പറയുന്നതിലൂടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതിനെയാണ് ടെലഫോൺ സ്കാറ്റലോജിയ എന്ന് പറയുന്നത്. കൃത്യമായ ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും ഇവയിൽ പലതും പരിഹരിക്കാനാവുന്നതാണ്. ലൈംഗിക വൈകൃതം ചികിത്സിച്ച് മാറ്റുവാനും അവരെ ആരോഗ്യപരമായ ലൈംഗിക സാമൂഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനാവും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.